ഹായ് ഹലോ നമസ്കാരം അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായിട്ട് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് റെസിപ്പീസും ടിപ്സും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലത്ത് വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പീസാണ് കേട്ടോ. സിമ്പിളായിട്ടാണ് ഞാൻ കാണിക്കുന്നത്, അതും വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട്. അപ്പോൾ ആ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയാലോ. ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നുണ്ടല്ലോ ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പാൻ ഫ്രൈഡ് ഷവർമയാണ്. ഷവർമ എന്ന പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ അൺഹെൽത്തി ആയിട്ട് തോന്നാം, പക്ഷേ ഇത് നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കൻ ഒന്ന് എയർ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് 180 ഡിഗ്രിയിലാണ് ഞാൻ ബേസിക് മാരിനേറ്റ് ചെയ്തിട്ടുള്ള ബോൺലെസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പിക്കിൾഡ് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഇതിലേക്ക് കുക്കുംബർ, ക്യാരറ്റ്, റാഡിഷ് ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉപ്പിലിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അറബിക് ബ്രെഡാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നെടുകെ കീറിയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഹോം മെയ്ഡ് മയണൈസ് ഞാൻ പുരട്ടി കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും പിക്കിളും കൂടി ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഈ ഒരു രീതിയിൽ ഞാൻ റോൾ ചെയ്തെടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട്, നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണ്, അപ്പോൾ കുബൂസിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാനതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് ചില്ലി പേസ്റ്റും ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്ത് അത് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒലിവ് ഓയിലും ആ ഒരു ചില്ലി പേസ്റ്റും നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു ഷവർമ നമുക്കതിലേക്ക് വെച്ച് കൊടുത്തിട്ട് രണ്ട് പുറവും നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു നല്ല ക്രിസ്പി ആയിട്ടുള്ള തവ ഫ്രൈഡ് ഷവർമ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചില്ലി പേസ്റ്റൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല സ്പൈസിയുമാണ്, ഉള്ളിൽ നല്ല ടേസ്റ്റി ജ്യൂസി ആയിട്ടുള്ള ചിക്കനുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പുറമേ നല്ല ക്രിസ്പിയാണ്. ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് നോമ്പ് കാലത്തൊക്കെ ഈ എണ്ണയിൽ പൊരിച്ച സ്നാക്സൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരൊറ്റ പീസ് മതിയാവും, നമുക്ക് നല്ലൊരു ഹെവി ഫീലിംഗ് ആണ് കേട്ടോ. ഇനി ഇതേ മിക്സ് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബ്രെഡ്, അതായത് അറബിക് ബ്രെഡ് നമ്മൾ വാങ്ങിയത്, അറബിക് ബ്രെഡ് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതൊരു പോക്കറ്റ് പോലെ ആക്കിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പിക്കിൾഡ് വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഹോം മെയ്ഡ് മയണൈസിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ചില്ലി പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്, മയണൈസ് തേച്ചതിനപ്പുറം. ഇനി അതിലേക്ക് പിക്കിൾഡ് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിന് മുകളിലായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത ചിക്കനും കൂടി വെച്ച് കൊടുത്ത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു പോക്കറ്റ് ഷവർമ പോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഓയിലൊന്നും അങ്ങനെ ഒഴിച്ചിട്ടില്ല, പക്ഷെ നമ്മളിത് തിരിച്ചും മറിച്ചും ഇടുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള ഒലിവ് ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ള ചില്ലി പേസ്റ്റ് ഒന്ന് നമുക്ക് രണ്ട് പുറത്തും ഒന്ന് തടവി കൊടുക്കാം. അപ്പോൾ സെയിം ഇൻഗ്രീഡിയൻസ് സെയിം ഫില്ലിംഗ് വെച്ചിട്ട് രണ്ട് രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ, എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഹെൽത്തി തവ ഫ്രൈഡ് ഷവർമയുടെ റെസിപ്പിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട ബട്ടർ സ്വീറ്റ് കോണാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചൂടായ പാനിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് സ്വീറ്റ് കോൺ വേവിച്ചത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചില്ലിയും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഇഫ്താറിനോ ഡിന്നറിനോ എന്തിന് സോറിനോ പോലും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് കേട്ടോ. വെറൈറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവക്കാഡോ ഒരെണ്ണം ഞാൻ ആദ്യം തന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് സവാള കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് കീറിയത്, ചെറിയ ടൊമാറ്റോസ്, പിന്നെ അമരക്ക ഉണ്ടല്ലോ അതും ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ചില്ലി ഫ്ലേക്സും ആവശ്യത്തിന് പെപ്പർ പൗഡർ കൂടി ചേർക്കുക. ഇനി അതിലേക്ക് കുതിർത്തി
വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചനയുണ്ടല്ലോ, വെള്ളക്കടല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് സ്വീറ്റ് കോൺ വേവിച്ചത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ, ഇത് ഓൾറെഡി എല്ലാം വെന്തതാണ്, ചെറു തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ചന സ്വീറ്റ് കോൺ അവക്കാഡോ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക് ഡ്രൈ മാംഗോ പൗഡർ, ആംചൂർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത്. ഇനി അത് നമുക്ക് ആ ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് അവക്കാഡോ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നില്ലേ, അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു സാലഡ് റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഡയറ്റൊക്കെ നോക്കുന്നവർക്ക്, വെറൈറ്റി ആയിട്ടുള്ള സാലഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ. ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, അതൊന്നൊരു ടേബിൾ സ്പൂൺ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വെറൈറ്റി സാലഡ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല കേട്ടോ. മുട്ട ഇഷ്ടമുള്ളവർ അത് ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു സാലഡിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ മുട്ട ചേർത്തിട്ടില്ല. അടുത്തതായിട്ട് വളരെ റിഫ്രഷിംഗ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് റൂ അഫ്സയും പാലുമാണ്. അപ്പോൾ ഞാൻ റൂ അഫ്സ ഒരു 1/4 കപ്പ് ഒരു ജഗ്ഗിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആപ്പിളും പൊമഗ്രാനൈറ്റും ആണ് കേട്ടോ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പഴമുണ്ടല്ലോ, കുഞ്ഞിപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഡ്രൈ നട്ട്സ് ഞാൻ കട്ട് ചെയ്തതിൽ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സോക്ക് ചെയ്തിട്ടുള്ള സബ്ജ സീഡ് അല്ലെങ്കിൽ ചിയ സീഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഇഫ്താർ ഡ്രിങ്കായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. നോമ്പിനെന്ന് മാത്രമല്ല ഡിന്നറിനും അതുപോലെ ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസൊക്കെ ഞാനിന്ന് കാണിച്ചിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുതേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.